ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം, ദാനിയേലേ ഭയപ്പെടേണ്ട എന്ന് നമ്മൾ വായിച്ചു തുടങ്ങുന്ന ഈ വാക്യത്തിലൂടെ കർത്താവിൻ്റെ ആലോചന നമുക്ക് ചിന്തിക്കാം. നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച നാളിൽ എന്ന് നാം തുടർന്ന് വായിക്കുന്നുണ്ട്. ദാനിയേൽ എന്ന ദൈവഭക്തൻ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി സമർപ്പിക്കുന്ന ഒരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയും ഉപവാസവും ആണ് നമ്മൾ 10-ാം അധ്യായത്തിൽ കാണുന്നത്. 3 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 21 ദിവസത്തെ ഉപവാസം തുടങ്ങുകയാണ്. 9-ാമത്തെ അധ്യായത്തിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. 10-ാം അധ്യായത്തിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉപവാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ദൂതൻ കടന്നു വരികയാണ്. ദൂതറിയിക്കുന്നു, ഭയപ്പെടേണ്ട ദാനിയേലേ, നീ മനസ്സ് വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലൊരു വിടുതലുണ്ട്. നീ എന്തിന് പ്രാർത്ഥിക്കുന്നുവോ അതിൽ ദൈവം നിന്നോട് അറിയിക്കുന്ന ആലോചന, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അതുതന്നെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ദൂതൻ അവനോട്, സക്കരിയാവേ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനുള്ള ദൂതാണ് ദൈവാത്മാവ് തരുന്നത്. ഏത് വിഷയത്തിന് ഭാരപ്പെട്ട് മനസ്സ് തകർന്ന് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ പ്രാർത്ഥനയ്ക്കുള്ളൊരു മറുപടി സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ആലോചന അറിയിക്കുകയാണ്. ഇവിടെ സക്കരിയാവിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ വരുമ്പോൾ താൻ ദൈവാലയത്തിൽ സ്തുതിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് കടന്നു വരുന്ന ദൂതൻ പറയുന്നത്, സക്കരിയാവേ ഭയപ്പെടേണ്ട. ആ വിളിയുടെ പ്രത്യേകത കേട്ടോ, ദാനിയേലേ ഭയപ്പെടേണ്ട, സക്കരിയാവേ ഭയപ്പെടേണ്ട. സ്നേഹത്തിൻ്റെ വിളി, ആർദ്രതയുടെ വിളി, മനസ്സലിവിൻ്റെ വിളി. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം ഇവിടെ ദാനിയേലിൻ്റെ കണ്ണുനീരും സക്കരിയാവിൻ്റെ കണ്ണുനീരും ഒരുപോലെ കണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവത്തിൻ്റെ ആലോചന, ഒരേപോലെ ശബ്ദം, ഭയപ്പെടേണ്ട. അപ്പോൾ എന്തോ ഭയപ്പെടുന്ന അനുഭവമുണ്ട്. ആ ഭയപ്പെടുന്ന അനുഭവങ്ങളിൽ നിന്നും അവരെ വിമുക്തരാക്കുന്ന ദൈവ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ നാം ഭയപ്പെട്ട് ഭാരപ്പെട്ട് എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നുള്ള ചിന്തകളാൽ അത് നാം ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോടുള്ള ബന്ധത്തിൽ ആലോചന തരുന്നത്, ഭയപ്പെടേണ്ട. ഈ ശബ്ദം ഇന്നലകളിൽ കേട്ടുവോ, ഇന്ന് കേൾക്കുന്നുവോ, നാളുകളിൽ കേൾപ്പാനും ദൈവസാന്നിധ്യം നമ്മുടെ നടുവിൽ വരാനും ഇടയുണ്ട്. അതുകൊണ്ട് ഒരുക്കമുള്ളവരായി സന്തോഷമുള്ളവരായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരുന്നു. ആകയാൽ ഉല്ലാസവും സന്തോഷവും സക്കരിയാവിൻ്റെ ജീവിതത്തിൽ ദൂതൻ പറയുന്നുണ്ട്, നിനക്ക് സന്തോഷവും ഉല്ലാസവും വരാൻ പോകുന്നു. നിനക്ക് മാത്രമല്ല, ഈ ദൂത് നിറവേറുമ്പോൾ നാട്ടുകാർക്കും ദേശക്കാർക്കും സ്വന്തക്കാർക്കും ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർത്താവ് നമുക്ക് ഉത്തരമരുളുമ്പോൾ ദാനിയേലിൻ്റെ ജീവിതം അത് സഫലമായതുപോലെ, അതേ ആ ദൂത് കേട്ടവൻ അനുഗ്രഹിക്കപ്പെട്ട പോലെ, അതുപോലെ സക്കരിയാവും ദൂത് കേട്ട് അനുഗ്രഹിക്കപ്പെട്ടു. സന്തോഷവും ഉല്ലാസവും അവരുടെ ജീവിതത്തിലുണ്ടായി. ആമ ജനിക്കാൻ പോകുന്ന മകൻ്റെ പേര് വരെ പറഞ്ഞ്
ദൈവത്തിൻ്റെ ദൂതൻ ദൈവം അവരെ സഹായിക്കുകയും ആലോചന അറിയിക്കുകയും ശക്തിപ്പെടുത്തുകയും ആ എല്ലാ ഭയത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധ പിതാവേ, ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായല്ലോ. നന്ദിയുണ്ടപ്പാ. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.